നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരു അവസ്ഥയിൽ അനു നിൽക്കുവാണ്. കാരണം അനുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പം അലോക് വിവാഹം മുടക്കാനായിട്ട് തൻ്റെ ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുമോ? അത് അത് ഒറിജിനൽ ആയിട്ടുള്ള ചിത്രങ്ങളല്ല. പക്ഷെ കാണുന്നവർക്ക് പെട്ടെന്ന് അത് തോന്നത്തില്ല. താൻ ചിലപ്പോൾ അങ്ങനെ പോയതായിരിക്കും. അങ്ങനെയുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിലൂടെ ഉണ്ടാവുള്ളൂ. താൻ ഒരിക്കലും തൻ്റെ കുടുംബത്തെ മറന്ന് പെരുമാറിയിട്ടൊന്നുമില്ല. അനുവിൻ്റെ ഉള്ള മനസ്സമാധാനം പോയി. ഈ സമയത്ത് മീനാക്ഷി ആകാശിനോട് പറഞ്ഞു, ആകാശേ, തൽക്കാലത്തേക്ക് എന്താണെങ്കിലും പൈസയൊന്നും ഒരിടത്തൊന്നും വായ്പ എടുക്കൊന്നും വേണ്ട. പലിശയ്ക്ക് കടമൊന്നും മേടിച്ച അനുവിൻ്റെ വിവാഹത്തിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആകർഷിച്ചു, പിന്നെ എവിടുന്ന പൈസ? അതെ, എൻ്റെ കുറേ സ്വർണ്ണം ഉണ്ടല്ലോ, 5 പവൻ കൊടുക്കാനല്ലേ ആകാശ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതിനകത്തൊന്ന് 5 പവൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, അത് ശരിയാവത്തില്ല. അതെന്താ ആകാശേ? എൻ്റെ സ്വർണം എന്ന് പറഞ്ഞാൽ അത് ആകാശിനും കൂടെ അവകാശപ്പെട്ട സ്വർണ്ണമല്ലേന്ന് ചോദിച്ചു. വേണ്ട മീനു, അതൊന്നും ശരിയാവുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. ആകാശേ, വെറുതെ ഇങ്ങനെ കടവും വിലയും മേടിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നവർ നമ്മൾ കൊടുക്കും. അതൊന്നും ഓർത്ത് ആകാശ് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. ആകാശിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം തൻ്റെ മനസ്സ് മനസ്സിലാക്കി ആണ് മീനു ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് പോലും. മീനുവിനറിയാം ആകാശിൻ്റെ വേറെ പൈസയും കാര്യങ്ങളൊന്നുമില്ല. കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ പോലും പലിശയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആകാശ് ഇനിയിപ്പോൾ ആരുടെയും പോയി പലിശയ്ക്ക് മേടിച്ചാലോ അനുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആകാശിനും മനപ്രയാസമാണ് തന്നും. ഈ സമയത്ത് സഹായിക്കേണ്ട ആൾ താനാണല്ലോ. പിന്നീട് മീനാക്ഷി പറഞ്ഞു, ലോക്കർ സ്വർണ്ണം ഇരിപ്പുണ്ടല്ലോ, ഞാൻ എന്താണല്ലോ അത്ര സ്വർണ്ണമൊന്നും ഇട്ടുകൊണ്ട് നടക്കാനൊന്നും പോകുന്നില്ല. പിന്നെ എപ്പോഴേലും ആകാശിന് പൈസ ഉള്ളപ്പോൾ ആകാശ് എനിക്ക് വാങ്ങി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആകാശിനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആനന്ദിനെ വിളിച്ചിട്ട് ബാലൻ ചോദിച്ചു, ഉദയഭാനു സാറിനെ കല്യാണം വിളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആനന്ദ് പറഞ്ഞു, വിളിച്ചു വെച്ചാ വിളിച്ചെന്ന് പറഞ്ഞു. വരുമെന്ന് പറഞ്ഞല്ലോ അല്ലേ? പിന്നെ ഞങ്ങൾ ഇന്ന് വിളിക്കാത്തതിന്റെ കാരണം പറഞ്ഞല്ലോ. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് കല്യാണത്തിന് വരുമെന്ന് പറഞ്ഞു. അതേപോലെ കല്യാണക്കുറയും കാര്യങ്ങളൊക്കെ ആനന്ദ് വലിച്ചു കീറി പള്ളെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആനന്ദിനറിയാം കല്യാണം കഴിഞ്ഞ ഉടനെ ശ്രീദേവിയെ താൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുവാന്ന്. പിന്നെ കല്യാണത്തിന് അവരുടെ ഉള്ളവർ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഈ കല്യാണം നടക്കുന്നതോട് കൂടിയിട്ട് ശ്രീദേവിയുടെ ജീവിതം കൂടെ തീരാൻ പോന്നെ. അതൊക്കെ ഓർത്തോടെ ആനന്ദ് മുറിയിലേക്ക് എന്നിട്ട് ദേവിയോട് പറഞ്ഞു, ഇപ്പോഴച്ഛനോട് ചോദിച്ചോളൂ, നിന്റെ വീട്ടുകാരെ നിന്റെ അച്ഛനും അമ്മയും കല്യാണം ക്ഷണിച്ചോന്ന്. ഇത് കേട്ടപ്പം ദേവി ചോദിച്ചു, അല്ല ആനന്ദേടം പോയി അവരെ ക്ഷണിച്ചോന്ന് ചോദിച്ചു. പിന്നെ ക്ഷണിക്കാൻ പോനായിട്ടാ, എന്റെ പട്ടി പോയി ക്ഷണിക്കും. എടി, എനിക്ക് ഇത്തിരി നാണോ മാനോ ഒക്കെ ഉണ്ട്. അങ്ങനെ ഓസിലെ എന്റെ അമ്മായച്ചനും അമ്മായിമ്മ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകണ്ട. അല്ലെങ്കിലും അന്നത്തെ ദിവസം നിന്നെ ഇവിടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പോവല്ലേ, പായിക്കാൻ പോവല്ലേ, പിന്നെ അവരെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? എന്റെ അടിച്ചനകത്ത് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ദേവി പറഞ്ഞു, അല്ല ഇനിയിപ്പം ഇവിടെയുള്ളവർ ചോദിക്കില്ലേ എന്റെ അച്ഛനും അമ്മയും വന്നിട്ടില്ലെങ്കിൽ വരാത്ത എന്താന്നൊക്കെ. എടി, അതിന് നിനക്കാണോ കള്ളത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്? വലിയ വിദേശ ടൂറാന്ന് പറഞ്ഞാൽ മതി. രണ്ടുപേരും കൂടെ ഒരു കാര്യം ചെയ്യാം, വല്ല ഹണിമൂൺ ട്രിപ്പും പോയതാന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്തൊക്കെയാണ് ചേട്ടാ പറയണേ? എടി, കള്ളത്തരം പറയാനായിട്ട് നിനക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസിന്റെ ആവശ്യമൊന്നുമില്ലോ. അതൊക്കെ പണ്ട് മുതലേ പഠിച്ച് ശീലിപ്പിച്ച് വെച്ചിരിക്കുന്നതല്ലേ നിന്റെ അച്ഛനും അമ്മയൊക്കെ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതി. പിന്നെ അധിക ദിവസം നിനക്കൂടെ ജീവിക്കാൻ പറ്റുമല്ലോ. നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടേ വിടുമെന്ന് പറഞ്ഞു. സത്യങ്ങളൊക്കെ ഈ വീട്ടുകാരറിയാൻ പോകുന്നുള്ളൂ. അനുവിന്റെ വിവാഹം കൂടെ കഴിഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഭയങ്കര സങ്കടമായിപ്പോയി ദേവിക്ക്. പക്ഷെ എന്തേലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അന്നത്തെ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അനുവിന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴേക്കാണ് അലോകിന്റെ കോള് വരുന്നത്. അലോക് വേറെ നമ്പറിൽ നിന്നാണ് വിളിച്ച. ഒരു നമ്പർ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വേറെ നമ്പറിൽ നിന്ന് വിളിക്കുകയാണ്. അലോക് വിളിച്ചിട്ട് പറഞ്ഞു, നീയേ അവനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുമായിരിക്കും ഇല്ലേടി. പക്ഷെ ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. കണ്ടു, ഈ വിവാഹം ഞാൻ മുടക്കിയിരിക്കും. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? അലോക് വെറുതെ പറയുന്നോ? ഒരിക്കലും വെറുമ്പാക്ക് പറയില്ലടി. ഈ കല്യാണം ഞാൻ മുടക്കിയില്ലെങ്കിൽ നീ കണ്ടു. കൃഷ്ണമംഗലത്തെ അലോക പറയണേ. എന്നെ നിനക്ക് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ. എന്നെ തേച്ചിട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതിയോ? പിന്നെ ആ ഫോട്ടോസൊക്കെ ഞാനൊക്കെ എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ നന്നായിട്ടറിയാം. അത് കൊടുക്കേണ്ടവർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്യും. ഈ കല്യാണം നടക്കാനും പോകുന്നില്ല. നിനക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് എന്നോടൊപ്പം ഉള്ളെന്നൊക്കെ പറഞ്ഞു. അതോടെ കേട്ടിഞ്ഞപ്പോൾ അനുവിന് ഭയങ്കര ടെൻഷനായി. അങ്ങനെ ഉറങ്ങാൻ കിടന്നെങ്കിലും അനുവിന് രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അനു രാത്രിയിൽ ഒരു സ്വപ്നം കാണുവാണ്. ബാലനും ഗോമതിയൊക്കെ രാവിലെ എഴുന്നേറ്റ് മുറ്റത്തൊന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മതിലയിലൊക്കെ തൻ്റെ അതുപോലെ തന്നെ ആ ലോകിൻ്റെയും കൂടെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു വച്ചിരിക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് ബാലനും ഗോമതിക്ക്. എൻ്റെ ഭഗവാനെ, ഇതെന്തായി കാണുന്നേ?
ഇനിയിപ്പം നമ്മുടെ മോളുടെ കല്യാണം എങ്ങനെ നടക്കും? അവള് നശിച്ചു പോയല്ലോ ബാലേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഓടിക്കൊടുന്നു. അതൊക്കെ ഏഹ്, ഇങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. പെട്ടെന്ന് അനു ഞെട്ടി ഉണർന്നു. അനുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നാളെ സംഭവിക്കാൻ പോകുന്ന അതായിരിക്കും. അവൻ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്. എൻ്റെയും കൂടെ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം മതിലേ കൂടെ ഞാൻ ഒട്ടിച്ചു വെക്കുമെന്ന്. ഒരു കാരണവശാലും കല്യാണം നടക്കാൻ പോകത്തില്ലാന്ന്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അനുവിൻ്റെ വീണ്ടും ഉറക്കം നഷ്ടപ്പെട്ടു. ആരോടെയും തുറന്നു പറഞ്ഞാലോ? ഒരു പക്ഷേ മീനാക്ഷി ചേച്ചിയുടെ മിത്രേച്ചിയുടെ ഒക്കെ സത്യങ്ങൾ തുറന്നു പറയായിരുന്നു. ആകാശേണ്ണും അവരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാ ഈ കല്യാണം നടക്കൂല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ താൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ അവർ പോയി വഴക്കുണ്ടാക്കും. ഇനി അലോകുമായിട്ടൊരു വഴക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. അലോകിനെ അവർ ചിലപ്പോൾ ജീവനോടെ വെച്ചേക്കില്ല. താൻ കാരണം തൻ്റെ ഏട്ടന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടായക്കൂടാ. ഇനി വഴക്കും പ്രശ്നമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായി തീരും? അതൊക്കെ ഓർത്തിട്ട് അനുവിന് ഭയങ്കര ബുദ്ധിമുട്ടായി. പറയാനും പേടി, പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിൽ. തൽക്കാലത്തേക്ക് എങ്ങനെ അങ്ങോട്ട് പോട്ടെ, എന്തായാലും പ്രശ്നമുണ്ടെങ്കിൽ തനിക്ക് തന്നെ മാനേജ് ചെയ്യാം എന്നൊക്കെ അനു വിചാരിച്ചു. അങ്ങനെ അന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമാണ് എൻഗേജ്മെന്റ്. എത്രയും പെട്ടെന്ന് തന്നെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തണം. 1 മാസത്തെ സമയമുള്ളൂ. അതിനുള്ളിൽ തന്നെ കല്യാണമൊക്കെ നടത്തിയിട്ട് ജീവന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അമേരിക്കയ്ക്ക് പോകേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ എൻഗേജ്മെന്റ് തലേദിവസം ആണെങ്കിലും അനുവിന് ഇതേ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് മീനാക്ഷി മിത്രയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും കാര്യം എന്താന്നൊക്കെ. പക്ഷെ അനു ഒന്നും പറയാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് സുകന്യയാണെങ്കിൽ കൃഷ്ണമംഗൽ ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൃഷ്ണമംഗലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജായശ്രീ സുകന്യയും കൂട്ടി മുറിയിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു അവിടെ എന്തൊക്കെയായി കല്യാണ ഒരുക്കങ്ങള്, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാന്ന് പറഞ്ഞു. ജായശ്രീ പറഞ്ഞു ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല. എൻ്റെ മോന് അവളുടെ കഴുത്തിൽ താലി അറുത്തുള്ളൂ, വേറെ ആരും താലി അറുത്താൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു അതൊക്കെ നടക്കുമെന്ന് ചോദിച്ചു. നടക്കും. അവൻ ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട്. അവൻ പറയുന്നേ അവൻ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമെന്നാ പറയണേ. ഇത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു എനിക്കത് തോന്നുന്നില്ല. അവൾക്കിപ്പോൾ ഇവന് ഇഷ്ടമില്ലെന്നാണ് അവള് പറയുന്നത്. ഞാൻ അവളോടൊന്ന് സംസാരിച്ച് നോക്കിയതാ. ആ സമയം അലോക് ഇങ്ങോട്ട് വരുന്നേ. അലോക് വന്നിട്ട് സുകന്യേച്ചി എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരണമെന്ന് പറഞ്ഞു. എന്താ? പിന്നീട് കുറെ കാര്യങ്ങളൊക്കെ സുകന്യോട് പറയുന്നുണ്ട്. സുകന്യ പറഞ്ഞു എനിക്ക് പേടിയുണ്ട്, എനിക്ക് നല്ല പേടിയുണ്ട് അലോകെ. എങ്ങാനും ധർമ്മേട്ടൻ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെ പ്രശ്നമാവും. ഇതിനു മുമ്പ് ധർമ്മേട്ടന് എന്റെ കർണത്തിനിട്ട് തന്നതാ, നിനക്കറിയാലോ. ഇനി ഒരു ദുരന്തം കൂടെ വലിച്ചു വെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. സുകന്യേച്ചി പ്ലീസ്, അറിയാലോ. രാജശ്രീ പറഞ്ഞു സുകന്യെ നീ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അറിയാലോ നിന്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് പിന്നെ വിളിച്ചു പറയേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുകന്യക്ക് പിന്നെ സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒടുവില് സുകന്യ സമ്മതിക്കുവാണ്. അങ്ങനെ സുകന്യ ഒന്നും അറിയത്തില്ലാത്ത മട്ടി വീട്ടിലേക്ക് പോയി. അപ്പൊ അനുശ്രീയും അലോകിനെ ഒന്നിപ്പിക്കാനായിട്ടുള്ള തന്ത്രങ്ങളൊക്കെയാണ് അലോക് പറഞ്ഞു കൊടുത്തത്. സുകന്യക്ക് പേടിയുണ്ട്, എങ്ങാനും ഇതൊക്കെ ബാലേട്ടനോ അല്ലെങ്കിൽ ധർമ്മേണ്ണോ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വെറുതെ വിടില്ലെന്ന് പറയാം. എൻഗേജ്മെന്റ് തലേദിവസം അവിടെ എല്ലാവരും ഭയങ്കര ആഘോഷത്തിലാണ്. പിറ്റേ ദിവസം എൻഗേജ്മെന്റ് ആണല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മീനാക്ഷി മിത്രയൊക്കെ എഴുന്നേറ്റ് അനുശ്രീയെ റെഡിയാക്കി. അനുശ്രീയെ ഒരുക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് സുകന്യ അങ്ങോട്ടേക്ക് വരുന്നത്. സുകന്യെ കാഴ്ച കണ്ടു. സുകന്യ ഒന്ന് നോക്കി. പിന്നീട് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അവർ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പം സുകന്യ വന്നിട്ട് അനുവിനോട് പറഞ്ഞു അനു അതെ അലോകിന് എന്തൊക്കെയോ നിന്നോട് പറയാണ്ടെന്ന്, നീ ഫോണൊന്നും എടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അനു പറഞ്ഞു എന്തിനാ, അവൻ എന്നോട് എന്താ സംസാരിക്കാവളെ, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. അതെ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. പക്ഷെ അനു കോൾ എടുക്കാൻ തയ്യാറായതുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജീവനും വീട്ടുകാരും വന്നു. അങ്ങനെ അവരെല്ലാവരും സ്വീകരിച്ച ബാലിനും ഗോമതി അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാണ്. എല്ലാവരും ഭയങ്കര സന്തോഷ തിമിർപ്പിലായിരുന്നു. പക്ഷെ ആ സമയം അനുവിന്റെ നെഞ്ചു പടയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ ലോകിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയില്ലോ. അവൻ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നു അറിയത്തില്ല. ഈ കല്യാണം മുടക്കാൻ ഏതറ്റം വരെ പോകുന്നു അറിയാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അനുവിന്. പക്ഷെ അനു ഒരു കാര്യം തീരുമാനിച്ചു. അങ്ങനെ എന്തായാലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അലോകിനെ വെറുതെ വിടില്ലാന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കുന്ന. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.